ഓം ഗുരുഭ്യോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും A1 അസ്ട്രോവാലി ജ്യോതിഷ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയം 27 നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യ നക്ഷത്രക്കാർ. ഈ വിഷയമാണ് ഇന്നിവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതുകൂടാതെ 12 രാശിക്കാരുടെ ഇന്നത്തെ ഫലവും കൂടി ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ന് ഇംഗ്ലീഷ് വർഷം 2025 ജൂലൈ 22-ാം തീയതി, മലയാള വർഷം 1200-ാം ആണ്ട് കർക്കിടക മാസം 6-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ഫലമാണ് ഇന്നിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ചിലത് ചർച്ച ചെയ്യാം. ഇന്നത്തെ നക്ഷത്രം മകയിരമാണ്. ഇന്നത്തെ പിതൃ ശ്രാദ്ധ തിഥിയും നക്ഷത്രവും മകയിരവും ത്രയോദശിയും ആണ്. ഇനി ഇന്നത്തെ ശുഭമുഹൂർത്ത വേളകൾ പരിശോധിക്കാം. ബ്രഹ്മമുഹൂർത്തം രാവിലെ 4:41 AM മുതൽ 5:29 AM വരെയാണ്. അമൃത മുഹൂർത്തം രാവിലെ 11:14 AM മുതൽ ഉച്ചയ്ക്ക് 12:43 PM വരെയാണ്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:05 PM മുതൽ 12:55 PM വരെയാണ്. ഇന്നത്തെ വ്യാഴകാല സമയം രാവിലെ 9:23 AM മുതൽ 10:56 AM വരെയാണ്. ഇന്നത്തെ ഗുളികകാല സമയം ഉച്ചയ്ക്ക് ശേഷം 12:30 PM മുതൽ 2 PM വരെയാണ്. ഇനി ഇന്നത്തെ അശുഭ മുഹൂർത്ത വേളകൾ പരിശോധിക്കാം. രാഹുകാലം ഉച്ചയ്ക്ക് ശേഷം 3:36 PM മുതൽ 5:10 PM വരെയാണ്. ഇനി ഇന്നത്തെ ദുർമുഹൂർത്ത സമയം രാവിലെ 8:46 AM മുതൽ 9:36 AM വരെയാണ്. ഇനി 12 രാശിക്കാരുടെയും ഫലപ്രവചനമാണ്. ആദ്യം മേടം രാശിക്കാർ. മേടം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ കാപട്യക്കാരെ തിരിച്ചറിയും എന്നൊരു പ്രത്യേകതയുണ്ട്. അവരുടെ ചില തീരുമാനങ്ങളിൽ വളരെ പെട്ടെന്ന് തീർപ്പുണ്ടാക്കാനും കഴിയുന്ന ദിവസമാണ്. എടുത്തുചാടി തീരുമാനങ്ങളിലൊക്കെ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചില പദ്ധതികൾ മാറ്റിവെക്കേണ്ടതായി വരും. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വ്യക്തിപരമായ ഒരു പ്രശ്നം നിങ്ങളെ വേട്ടയാടുന്നതാണ്. ആയതിനാൽ ഇന്ന് കാര്യങ്ങൾ മന്ദഗതിയിൽ ആകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി സംസാരിച്ച് പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. എന്നിരുന്നാലും ഇന്നത്തെ ദിവസം ചില ക്ലേശങ്ങൾ സഹിക്കേണ്ടതായി വരും. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം കുറച്ച് നാളായി നിങ്ങളോടൊപ്പം ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകർ ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരായി മാറുന്ന ദിവസമാണ്. ആത്മാർത്ഥതയുള്ള ഒരു ബന്ധമാണ്. ഇന്നത്തെ ദിവസം വളരെ ആശ്ചര്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് മറക്കാനാവാത്ത ദിവസമാണ്. എല്ലാം കൊണ്ടും നല്ല ഗുണാനുഭവങ്ങൾ തീർച്ചയായും ഉണ്ടാകുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. നിങ്ങളുടെ ആരോഗ്യവും തൊഴിലും കൂടുതൽ മെച്ചമാക്കാൻ ശ്രമിക്കും. കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ജീവിത സാക്ഷാത്കാരത്തിനായി ഇന്നേ ദിവസം കഠിനാധ്വാനം ചെയ്യുന്നതാണ്. അസന്തുഷ്ടി ഇന്ന് കുറേശ്ശെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടൊപ്പം സൂക്ഷ്മതയോടും ഇടപെടുന്നതാണ്. ഒരു പദ്ധതിയുടെ ആസൂത്രണത്തിൽ നിങ്ങൾ ഇന്ന് ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനും ശ്രമിക്കും. ഇന്നത്തെ ദിവസം ജോലിയിൽ വിജയം കാണുന്നതാണ്. മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വിധേയനാകും. ചില തടസ്സങ്ങൾ ഉണ്ടാകും, പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾ അതിജീവിക്കും. അടുത്തത് കന്നി രാശിക്കാരാണ്.
കന്നി രാശിക്കാർക്ക് ഇന്ന് നിങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം വളരെ കൂടുതലായി കാണിക്കും. സാമ്പത്തിക ചിലവുണ്ടാവും. എല്ലാവർക്കും പ്രിയങ്കരനാവും. ഇന്നത്തെ ദിവസം മറ്റുള്ളവരെ പല രീതിയിൽ സഹായിക്കുന്നതാണ്. പല പ്രശ്നങ്ങളും ഇന്ന് നിങ്ങൾ അതിജീവിക്കേണ്ടി വരും. ഇന്ന് എല്ലാ പ്രശ്നത്തിൽ നിന്നും മുക്തനാകുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി എന്ന് വിചാരിച്ച് മാറ്റിവെച്ചിരിക്കുന്ന കാര്യം ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് പല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കളുമായി ആഘോഷത്തിൽ പങ്കുചേരും. ഷോപ്പിംഗ് നടത്തും. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് തുലാം രാശിക്കാർക്ക്. അടുത്തത് വൃശ്ചിക രാശിക്കാരാണ്. വൃശ്ചിക രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം പ്രവൃത്തി സ്ഥാനത്ത് പ്രൊമോഷനോ മറ്റോ ലഭിക്കാൻ സാധ്യതയുണ്ട്. സമ്മാനം ലഭിക്കും. നിങ്ങളെ ഇന്ന് അംഗീകരിക്കപ്പെടും. ചില ആംഗ്യഭാഷകളിൽ ഏർപ്പെടേണ്ടി വരും. ഇന്ന് നിങ്ങൾ വികാരഭരിതരാകും. വീട്ടാവശ്യത്തിനായി ഫർണിച്ചറോ കോസ്മെറ്റിക് സാമഗ്രികളോ വാങ്ങേണ്ടി വരും. ചിലവുകൾ നിയന്ത്രിച്ച് ചിലവാക്കാൻ ശ്രമിക്കും. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ആത്മവിശ്വാസം കൂടുതലായി കാണപ്പെടും. അതുകൂടി ആധിപത്യമോ അഹങ്കാരമോ ഒക്കെ ആയി മാറുന്നതാണ്. ആയതിനാൽ മനോഭാവത്തിന് കടിഞ്ഞാണിടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പല തിരിച്ചടികളും നേരിടേണ്ടതായി വരും. സംയമനത്തോടുകൂടി എളിമയോടുകൂടി ജോലികൾ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് മകരം രാശിക്കാരാണ്. മകരം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പല സംഭവങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. നിങ്ങളുടെ പ്രതിബദ്ധതകളെ മാനിച്ച് സഹിഷ്ണുതയോടുകൂടി പ്രവർത്തിക്കുക. ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഇന്ന് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. അബദ്ധത്തിൽ ചെന്ന് ചാടാൻ സാധ്യത കൂടുതലായി കാണുന്നു. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ചില സുഖസൗകര്യങ്ങൾ ത്യജിക്കേണ്ടി വരും. പ്രശസ്തി ഉണ്ടാകും. ചില വിഷയങ്ങളിൽ വളരെ പെട്ടെന്ന് ശരിയായ തീരുമാനത്തിൽ എത്തിച്ചേരും. അതുവഴി സാമ്പത്തിക നേട്ടം കൈവരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കൈക്കൊണ്ട പല തീരുമാനങ്ങളെക്കുറിച്ചും ഇന്ന് അവബോധം ഉണ്ടാകുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. മീനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ആശയക്കുഴപ്പത്തിൻ്റെ പാരമ്യത്തിൽ അകപ്പെടും. ആയതിനാൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ വളരെ സമയം കണ്ടെത്തേണ്ടി വരുന്നതാണ്. അതൊഴിച്ചാൽ ഇന്ന് വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ശത്രുക്കൾക്ക് ക്ഷതം സംഭവിക്കും. ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ സമചിത്തതയോടുകൂടി പ്രവർത്തിച്ചാൽ വിജയം കൈവരിക്കും. ആരുടെയും ശുപാർശകൾ ഇന്ന് സ്വീകരിക്കരുത്. ഇനി ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. 27 നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ എന്ന് പരിശോധിക്കാം. ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ തിരുവാതിര, മകയിരം, ചിത്തിര, ചോതി, ഉത്രട്ടാതി, രേവതി, വിശാഖം, അനിഴം, കേട്ട എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്നത്തെ ദിവസം സൗഭാഗ്യ ദേവതയുടെ പൂർണ്ണ കടാക്ഷം ലഭിക്കുന്നത്. ഇവർ ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുന്നതാണ്. ഇവർക്കിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇവരിൽ ചിലർക്ക് ഇന്ന് ഉറപ്പായും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ്. ഇവരെ കൂടാതെ ആയില്യം, പൂയം, അത്തം, രോഹിണി, അവിട്ടം, ഭരണി, പൂരം, മകം, മൂലം എന്നീ നക്ഷത്രക്കാർക്കും ഇന്നത്തെ ദിവസം ചെറിയ രീതിയിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാരിൽ അവർ ജനിച്ചപ്പോഴുള്ള ഗ്രഹനിലയിൽ ലഗ്നാലോ ചന്ദ്രാലോ ശുഭഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നവർക്കാണ് ഇന്ന് വലിയ ഭാഗ്യങ്ങൾ ലഭിക്കുക. അല്ലാത്തവരുടെ ചന്ദ്രാലോ ലഗ്നാലോ അശുഭ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നവർ ശരിയായ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. ആ പരിഹാരങ്ങൾ ചെയ്യാൻ കഴിയാത്തവർ ഇന്നത്തെ ദിവസം നവഗ്രഹ ഹോമമോ നവഗ്രഹ പൂജയോ ഗ്രഹനിലയിലെ 9ാം ഭാവാധിപന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ ചെയ്യേണ്ടതാണ്. അതിനും പറ്റിയില്ലെങ്കിൽ
നമ്മുടെ ജ്യോതിർമഠത്തിൽ ദിവസേന നടത്തിവരാറുള്ള സമൂഹ ഗണപതി ഹോമം, സമൂഹ നവഗ്രഹ ഹോമം, സമൂഹ സൗഭാഗ്യ പൂജ എന്നിവയിൽ സൗജന്യമായി പങ്കെടുക്കാൻ കമൻറ്റിലൂടെ നാളും പേരും അറിയിക്കേണ്ടതാണ്. ഗണപതി ഹോമത്തിലും നവഗ്രഹ ഹോമത്തിലും പങ്കെടുക്കേണ്ടവർ 7 മണിക്ക് മുമ്പ് കമൻറ്റിലൂടെ നാളും പേരും അറിയിക്കേണ്ടതാണ്. സൗഭാഗ്യ പൂജ ഉച്ചയ്ക്ക് 12 മണി വരെയുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം വരുന്ന കമൻറ്റുകളിലെ നാളും പേരിനും ഉള്ള പൂജയും ഹോമവും പിറ്റേന്നാളിൽ ചെയ്യുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് സൗഭാഗ്യ നക്ഷത്രക്കാർ എന്ന വിഷയം ഇവിടെ ചുരുക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.